സ്ക്വയർ റൂട്ട് ഓഫ് 248 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 51 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 169. ഈ കണക്കിൽ 1, 2, 3 റൂട്ട് ചിഹ്നങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചതുര ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു സെറ്റ് ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു വളഞ്ഞ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും അകത്ത ബ്രാക്കറ്റ് ഇതാണ്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ എഴുതുക. സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ 248 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് സെറ്റ് ബ്രാക്കറ്റിൽ 51 പ്ലസ് ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റ് 169 റൂട്ട് 169 വർഗ്ഗമൂലം 13 × 13 ആണ് 169. അപ്പോൾ ഇതിനൊന്നിച്ചിട്ട് പകരം 13 എന്നിടുക. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതിനകത്ത് വലിയ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇതാണ്, അതിനകത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അത് ചെയ്യുക. ഈ ഉള്ളിലുള്ള ബ്രാക്കറ്റിൻ്റെ അകത്ത് ചെയ്യുക. ബാക്കി അകത്ത് സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ 248 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ഈ ബ്രാക്കറ്റിനകത്ത് 51, 3, 54, 10, 64 എന്ന് വരും. ഈ ബ്രാക്കറ്റിനകത്ത് 64 എന്ന് വരും. ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ആകെ ഒരു ബ്രാക്കറ്റേ ഉള്ളൂ, അതിനകത്ത് ഇത് മാത്രം റൂട്ട് ചിഹ്നത്തിനകത്താണ്, അത് കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ 248 പ്ലസ് 64 റൂട്ട് 64 വർഗ്ഗമൂലം 8, 8, 64. ഇപ്പോൾ ഇതിന് പകരം 68 എന്നിടുക, 8. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. റൂട്ട് ഓഫ് 248 8 കൂട്ടിയ 256. 256 റൂട്ട് 256 വർഗ്ഗമൂലം എത്രയാണ്? 16 × 16 ആണ് 256. ഉത്തരം 16.